You've been talking about patience, hoping forever last. Hey guys, welcome back to NKL EDITS. So guys, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രിവ്യൂ കണ്ട ആ ഒരു കിഡിലൻ ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഡയലോഗ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളും പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാസ്സായിട്ടുള്ളൊരു ടെക്സ്റ്റ് എഫക്റ്റ് ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 16:9 ആണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. നിങ്ങൾ ഏതൊരു വീഡിയോ ആണോ നിങ്ങൾ ഏതൊരു വീഡിയോയിലേക്കാണോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു റേഞ്ചിലുള്ള ഫ്രെയിം റേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ഞാൻ വന്ന് ഫിൽ സ്ക്രീൻ കൊടുത്തിട്ട് ബ്ലാക്ക് കൊടുക്കുകയാണ്. ഇത് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതൊരു വീഡിയോയിലേക്കാണ് ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളിന് ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് ആണോ കൊടുക്കേണ്ടത് അത് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് റഫായിട്ട് യുവർ ടെക്സ്റ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. ദെൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് സെൻറ്റർ അലൈൻ ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ ആക്കി കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കുക. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഫോണ്ട് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഫോണ്ടാണ്. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്ക് ബട്ടൺ കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ സൂം അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട രീതിക്ക് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, അതായത് ആ ഒരു ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഇതിൽ നമ്മൾ ടർബുലൻറ്റ് ഡിസ്പ്ലേസ് ആണ് ഫസ്റ്റ് ആഡ് ചെയ്യുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. അത് ആഡ് ചെയ്ത ശേഷം നമുക്കിവിടെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് പറഞ്ഞാൽ നമ്മൾ പരമാവധി കുറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു വാല്യൂ 0.010 ഈ ഒരു റേഞ്ചിലാണ് നമ്മളത് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് വന്ന് നമ്മൾ 2 കീ ഫ്രെയിംസ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 തന്നെയാണ്. ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ 2.50 ആണ്. ആ ഒരു റേഞ്ചിൽ നമ്മൾ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ഒരു കീ ഫ്രെയിം എൻഡിലായിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻഡിലായിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ഇതിൻ്റെ താഴെ നമുക്ക് R, X, Y എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ വന്ന് നമ്മൾ എക്സ് വൈ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, XY ആണ് നമ്മളവിടെ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് സ്കെയിലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മളൊരു 1-ലായിരിക്കും ഉണ്ടാവുക. അത് വന്ന് നമ്മളൊരു 1.5-ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. 1.50. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഒക്ടേവ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വന്ന് നമ്മൾ 1-ലേക്കും കൂടെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു എഫക്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാക്ക് വരാം. അഗെയിൻ ആഡ് എഫക്ട്സ് വന്നിട്ട് ടൈം ക്വാണ്ടൈസേഷൻ ഉണ്ടാവും. അത് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്കൊന്നും സെറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. 5, അതായത് സ്റ്റെപ്സ് പെർ സെക്കൻഡ് 5 എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്താൽ മതി. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ആ ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. അഗെയിൻ ആ ഒരു ഗ്രൂപ്പ് ചെയ്ത ലെയർ സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, വേവ് വാർപ്പ് ആഡ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ വേവ് വാർപ്പ് ആഡ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൽ കുറച്ചധികം സെറ്റിങ്സും കാര്യങ്ങളും മാറ്റേണ്ടതായിട്ടുണ്ട്. ഇവിടെ സ്പേസിങ് വന്ന് 20-ലായിരിക്കും ഉണ്ടാവുക. നമുക്ക് ഇത്രയധികം സ്പേസിങ്ങിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് കുറച്ച് കൊടുക്കും. ഒരു 6.5 അല്ലെങ്കിൽ 4 ആ ഒരു റേഞ്ചിലേക്ക് അതിൻ്റെ സ്പേസിങ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് 4-ലായിരിക്കും ഉണ്ടാവുക. അതൊന്നും നമുക്ക് അത്ര ആവശ്യമില്ല. അത് നമ്മളൊന്ന് ഒരു 0.5-ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്കിവിടെ ടോപ്പിലായിട്ട് ഫേസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ വന്ന് നമ്മൾ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, അതുപോലെ എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം. ഇതിൽ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 2.35 ആ റേഞ്ചിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം 2.35 ആണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ 1.15. ഓക്കെ, ആ ഒരു റേഞ്ചിലേക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമേ നമുക്ക് വേവ് വാർപ്പിൽ ചേഞ്ച് ചെയ്യാനുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ അഗെയിൻ നമ്മൾ ആഡ് എഫക്ട്സിലേക്ക് വരാം. ഇവിടെ നമ്മൾ വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫെദറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഫെദർ വന്ന് നമ്മളൊരു 18-ലേക്ക് സെറ്റ് ചെയ്യുക. 18-ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ എൻഡിൽ വരിക. അതായത് വൈപ്പ് ഓപ്ഷനിൽ തന്നെ എൻഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതായത് വൈപ്പ് എഫക്റ്റിൽ എൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ 2 കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യണം. ഇതിൽ ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ ഒരു -14-ലേക്കൊക്കെ സെറ്റ് ചെയ്യുക. 14 ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കീ ഫ്രെയിം ഒന്ന് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു 85-ലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ടെക്സ്റ്റ് വരുന്നത് ഈ ഒരു അറേഞ്ച്മെൻറ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതൊന്നൊരു 85-ലേക്കൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിരിക്കും.
ദെൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എൻഡിലായിട്ട് സെറ്റ് ചെയ്യേണ്ട, എൻഡിന് കുറച്ച് മുമ്പേ ആയിട്ട് ആ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. ഇനി എൻഡിൽ വേണമെന്നുള്ളവർക്ക് എൻഡിലും സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് വരെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ എഫക്ട്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ കറക്റ്റായിട്ട് ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ഗ്ലോ എഫക്റ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി കുറേ വീഡിയോസ് ചെയ്തതാണ് ഗ്ലോ എഫക്റ്റിൻ്റെ. സിമ്പിളായിട്ടൊരു മെത്തേഡ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെയർ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ദെൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ആ താഴെയിലെ ലെയർ സെലക്ട് ചെയ്തിട്ട് എഫക്ട്സ് ആഡ് എഫക്ട്സിൽ വന്നിട്ട് നമ്മൾ ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ അതിൻ്റെ ആ ഒരു ബ്ലറും കാര്യങ്ങളും ആ ഒരു ഗ്ലോയും കാര്യങ്ങളും വേണ്ട ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലർ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, അതായത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ നമുക്ക് ഒന്നും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ കിട്ടും. ഓക്കെ, ഇനി പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോയുടെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക, അതായത് ആ ഒരു ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്ത ആ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എഡിറ്റ് ഗ്രൂപ്പ് കൊടുത്തിട്ട് ടെക്സ്റ്റിൻ്റെ കളർ ആൻഡ് ഫില്ലിൽ വന്നിട്ട് ഇപ്പോൾ റെഡ് ആണെങ്കിൽ റെഡ് കൊടുത്താൽ നമുക്ക് റെഡ് ഗ്ലോ കിട്ടും. ഓക്കെ, ഈ ഒരു രീതിക്കാണ് ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് നിങ്ങളുടെ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ട്യൂട്ടോറിയലായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ ഭംഗി കാര്യങ്ങളൊന്നും തോന്നില്ല, പക്ഷേ നിങ്ങളൊരു വീഡിയോ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.